ഫ്രണ്ട്സ്, എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. എംപവറിംഗ് യു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയാണ്. ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കാരണം മുന്നോട്ട് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അറിയാത്ത ചില കാര്യങ്ങൾ, നമുക്കറിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിലൂടെ മുന്നോട്ടേക്ക് ഉയർന്നു വരാൻ സഹായിക്കുക. അതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഞാൻ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ മലയാളികളാണ്. അവർക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പുതിയൊരു ആശയവുമായി വന്നിരിക്കുന്നത്. സാധാരണക്കാരായ ബേസിക് മുതൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാനും എഴുതാനും പഠിപ്പിക്കുന്ന വീഡിയോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാരൊക്കെ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അയ്യോ എങ്ങനെയാണ് സംസാരിക്കുക, പേടിയാണ്. പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മാർക്കോടുകൂടി പാസ്സായിട്ടുമുണ്ട്. പക്ഷേ എന്നാലും കോൺഫിഡൻസ് ഇല്ല, പേടി, ഇതൊക്കെയാണ് കാരണം. ഇംഗ്ലീഷ് പഠിക്കാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ മാത്രമല്ല സംസാരിക്കാൻ പഠിക്കാൻ ഒരൊറ്റമൂല്യം മാത്രമേ ഉള്ളൂ: പ്രാക്ടീസിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. എനിക്ക് പറഞ്ഞു തരാൻ പറ്റും കാര്യങ്ങൾ, പക്ഷേ പഠിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ ഇതിൽ ആദ്യം തന്നെ വേണ്ടത് ഒരു ദൃഢനിശ്ചയമാണ്, ഡിറ്റർമിനേഷൻ. നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ മനോഭാവം ഉണ്ടാവണം. എന്നെക്കൊണ്ട് സാധിക്കും, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് അത്രയും ഉറപ്പോടുകൂടി പറയാൻ കാരണം, ഞാൻ സാധാരണക്കാരനായി ഒരു നാട്ടിൻപുറത്ത് മലയാളം മീഡിയം സ്കൂളിലും മലയാളത്തിലെല്ലാം പഠിച്ചുകൊണ്ട് ഡിഗ്രിയൊക്കെ എടുത്ത ആളാണ്. എനിക്കിത് പറ്റുമെങ്കിൽ, അന്നത്തെ കാലത്ത് ഒന്നുമില്ല, ടി വി ഇല്ല, മൊബൈലില്ല, ഒരു സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്ത് തന്നെയായാലും സാധിക്കും, ഉറപ്പാണ്. പിന്നെ ഇപ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു പോളിഷ് അത്രേ ആവശ്യമുള്ളൂ. കാരണം മിക്കവാറും എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ സീക്രട്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വേണ്ടുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പഠിക്കണം. എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് ചെയ്താലും മതി. പക്ഷേ അതിനൊരു കൺസിസ്റ്റൻസി വേണം. ഇന്നൊന്ന് ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ മടി, അത് ഉപേക്ഷിക്കണം. പേടി പാടില്ല, പേടി എടുത്ത് കളയണം. പേടിയുടെ ആവശ്യമില്ലല്ലോ, എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു മാർഗം പറഞ്ഞു തരാം, 2 മാർഗങ്ങൾ. ഒന്ന്, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇനി കുട്ടികളില്ലെങ്കിൽ റൂമിൽ കയറി വാതിലടച്ച് അകത്ത് നിന്ന്, പിന്നെ നമ്മുടെ സാമ്രാജ്യമായിരിക്കുമല്ലോ, അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പറ്റുമെങ്കിൽ മൊബൈലൊന്ന് ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അതിനെ തിരുത്താൻ പറ്റും നമുക്ക്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും. ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തോടു കൂടി ഒന്ന് തുടങ്ങാം. പക്ഷേ ഇതൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ്, ആരും പേടിക്കണ്ട. ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകും. പിന്നീടുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ വ്യക്തമായി നിങ്ങളെക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ, വളരെ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരും. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. തുടങ്ങുകയാണ്. ഒരു ഇൻട്രഡക്ഷൻ മാത്രം ചെറുതായി തുടങ്ങുകയാണ്. ഈ 3 തരത്തിലുള്ള കാലങ്ങളാണുള്ളത്, എല്ലാവർക്കും അറിയാം. വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ്, ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. അതിൽ വർത്തമാനകാലത്തിലാണ് നമ്മുടെ മിക്കവാറും ഈ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ എല്ലാം നടക്കുന്ന വർത്തമാനകാലത്തിലാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്കവാറും നമ്മൾ സെൻറ്റൻസുകൾ, വർത്തമാനമൊക്കെ പറയുന്നത്, ഈ സ്പീച്ചുകളെല്ലാം ചെയ്യുന്നത്
വർത്തമാനകാലത്തിലാണ് കൂടുതൽ. അപ്പോൾ വർത്തമാനകാലത്തിൽ ഇന്ന് തുടങ്ങുകയാണ്. ഒരു എക്സാമ്പിൾ, ഞാനൊരു മാങ്ങ തിന്നുന്നു എന്ന് വിചാരിക്കുക. ഞാനൊരു മാങ്ങ തിന്നുക. അപ്പോൾ ഞാനൊരു മാങ്ങ തിന്നുന്നു, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ എന്ന് പറഞ്ഞാൽ ഐ, തിന്നുക എന്നുള്ള ഈറ്റ്. ഒരു മാങ്ങ എന്നല്ല, വൺ മാംഗോ എന്ന് പറയത്തില്ല, മാംഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഐ ഈറ്റ് മാംഗോ, ഞാനൊരു മാങ്ങ തിന്നുന്നു. ഇനി ഒരു വിധത്തിൽ പറയാം, ഞാനൊരു മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു. ഐ ആം ഈറ്റിംഗ് മാംഗോ. ഇനിയൊന്ന്, ഞാനൊരു മാങ്ങ തിന്നിട്ടുണ്ട്. ഇന്ന് ഏത് സമയത്താണെന്ന് അറിയത്തില്ല, കൃത്യമായി പറയുന്നില്ല, പക്ഷേ മാങ്ങ തിന്നിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൺ മാംഗോ. ഇനി ഒന്നുകൂടി പറയാം, ഞാനൊരു മാങ്ങ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഈറ്റിംഗ് മാംഗോ. ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ആരും ഒന്നും പേടിക്കണ്ട. ഞാൻ ഇതൊക്കെ മുമ്പോട്ടുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ കൃത്യമായി പറഞ്ഞതെന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞെന്താ വെച്ചാൽ, ഒരു മാങ്ങയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഞാൻ മാങ്ങ തിന്നുന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ട്, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് 4 എണ്ണമാണ്. 4 വിധത്തിൽ നമുക്കിത് പറയാം. അതേമാതിരി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഞാൻ മാങ്ങ തിന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരുന്നു, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരുന്നു. ഇനി അത് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ഞാൻ മാങ്ങ തിന്നും, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരിക്കും, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ടായിരിക്കും, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് ടെൻസ്. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. പ്രസൻറ്റ് ടെൻസ് അല്ല, എല്ലാ ടോട്ടൽ ടെൻസുകളാണ് പറഞ്ഞത്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാങ്ങ തിന്നുന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ട്, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരിക്കുന്നു. 4 കാര്യങ്ങളുള്ളത്. ഈ 4 കാര്യങ്ങൾ ഇനി നെഗറ്റീവിൽ പറയുകയാണെങ്കിൽ, ഞാൻ മാങ്ങ തിന്നുന്നില്ല എന്നുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഐ ഡോണ്ട് ഈറ്റ് എ മാംഗോ, ഐ ആം നോട്ട് ഈറ്റിംഗ് എ മാംഗോ, ഐ ഹാവ് നോട്ട് ഈറ്റൺ എ മാംഗോ, ഐ ഹാവ് ബീൻ നോട്ട് ഈറ്റിംഗ് എ മാംഗോ. ഞാൻ മാങ്ങ തിന്നുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, ഇത് ഞാനൊരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതിൻ്റെ സൂചന മാത്രം തരുന്നതാണ് കേട്ടോ. ആരും ഒന്നും ഇതെന്താ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ ആ ഒരു രീതിയിൽ കാണരുത്. അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇതിന് പല ഈസ്, ആർ, ആം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഡു, ഡസ്, ഡിഡ്, ഷാൽ, ഷുഡ് ഹാവ്, വിൽ, വുഡ് ഹാവ്. ഇതേമാതിരി ഇംഗ്ലീഷിലെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 12 കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. ഞാൻ മാങ്ങ തിന്നുന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ട്, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ മാങ്ങ തിന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരുന്നു, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരുന്നു, ഞാൻ മാങ്ങ തിന്നും, ഞാൻ മാങ്ങ തിന്നുകൊണ്ടിരിക്കും, ഞാൻ മാങ്ങ തിന്നിട്ടുണ്ടായിരിക്കും, ഞാൻ മാങ്ങ തിന്നുകൊണ്ടേയിരിക്കും. ഇത് 12 കാര്യങ്ങളാണുള്ളത്. ഈ 12 കാര്യങ്ങൾ പറയാൻ കറക്റ്റായിട്ട് നിങ്ങൾ അതിന് എന്താണ് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്നും അതേമാതിരി നെഗറ്റീവ് ഇല്ല എന്നുള്ള പറയുന്നത് അത് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ 50% നിങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. 50% ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഇതൊരു സീക്രട്ടാണ്. ഇതിലിനിയും സീക്രട്ടുകളുണ്ട്. ഞാനെല്ലാം വിശദമായിട്ട് എൻ്റെ മുമ്പോട്ടുള്ള വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇമ്പോർട്ടൻ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇംഗ്ലീഷ് തീരെ എഴുതാൻ അറിയാത്തവരാണെങ്കിൽ മലയാളത്തിൽ കമൻറ്റ് ചെയ്യുക. മുമ്പോട്ട് പോകും തോറും അത് ഓട്ടോമാറ്റിക് മാറി നിങ്ങൾ ഇംഗ്ലീഷിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെൻ്റെ ഉറപ്പ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ബൈ.